ഹിസാബ് ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ നിസ്കരിച്ചു, നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്, ഇപ്പോൾ ഈ ചട്ടിപ്പറമ്പ് അങ്ങാടിയിൽ മുസ്ലിം പേരുള്ള എല്ലാവരും ഇപ്പം ഒന്ന് മഗ്‌രിബ് നിസ്കരിച്ചിട്ടുണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. ഇങ്ങോട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഇപ്പോൾ ആരെങ്കിലും അങ്ങാടിയിൽ ഓലൊക്കെ പാടെ വിളിച്ചു കൂട്ടിയിട്ട് ജന്തിസ്കരിക്കാമെന്ന് ആരെങ്കിലും ചോദിച്ചോ? ഇല്ല. ഇപ്പൊ നമ്മുടെ പള്ളിയിൽ നിന്ന് നിസ്കരിക്കാൻ ഈ സൊഫിലുണ്ടായിരുന്ന എല്ലാവരുടെ നിസ്കാരം ഒരേപോലെ പടച്ചവൻ പരിഗണിച്ചിട്ടുണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. ഏറ്റവും വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ അളന്നിട്ടാ നിന്റെ നിസ്കാരം എത്രയേ ഉള്ളൂ കേട്ടോ എന്ന് നമ്മളോട് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. ഇത് ചെയ്യാനുള്ള ദിവസമാണ്. ചെയ്തോ ചെയ്തില്ലേ, ചെയ്തത് എത്ര ഉണ്ടായിരുന്നു എന്നൊന്നും ഇവിടെ ആരും നോക്കൂല, വിചാരണ ഉണ്ടാവില്ല. വഗദൻ, നാളെ, ഹിസാബുൻ വല അമൽ, നാളത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഹിസാബിന്റെ ദിവസമാണ്. അവിടെ അമലുണ്ടാവില്ല. പരലോകത്ത് നിസ്കരിച്ച നിസ്കാരം എത്ര വൃത്തിയും വെടുപ്പുണ്ടായിരുന്നു, നിസ്കരിച്ച നിസ്കാരത്തിന് എത്ര കണ്ട് ഇഖ്ലാസ് ഉണ്ടായിരുന്നു, നിസ്കരിച്ച നിസ്കാരം എത്ര കണ്ട് ഇത്തിബാഴോടുകൂടി നിർവഹിച്ചിട്ടുണ്ട്, വിചാരണയാണ് അവിടെ നടക്കുക. അവിടെ ആരും എന്നാ പഠിച്ചവൻ അതിൽ കുറവുണ്ടെങ്കിൽ ഒന്നും കൂടി നിസ്കരിച്ചു വരാമെന്ന് പറയാനുള്ള അവസരം അവിടെ ഉണ്ടാവില്ല. ഈ 3 കാര്യങ്ങളാണ് സഹോദരങ്ങളെ ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളതിൻ്റെ ആകത്തുക. ഇതാണ് ബേസ്. ഈ 3 കാര്യങ്ങളിൽ നിന്നുകൊണ്ട് അല്പം ചില ചോദ്യങ്ങൾ, പ്രസംഗിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, അല്പം ചില ചോദ്യങ്ങൾ എന്നോടും നിങ്ങളോടും ചോദിച്ച് ഉത്തരം കണ്ടെത്തുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ 3 അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളേക്ക് വേണ്ടി ഒരുങ്ങുന്നവൻ ബുദ്ധിയുള്ളവനാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ആ ഒരുക്കം എത്ര കണ്ട് നിങ്ങളിൽ ഉണ്ട് നിങ്ങൾ പരിശോധിക്കണം. ഈ വിശുദ്ധ ഖുർആനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ച കാര്യങ്ങളെ പഠിച്ചു മനസ്സിലാക്കിയ മഹാനായ അലി റളിയല്ലാഹു അൻഹു നമ്മളോട് പറഞ്ഞു, മനുഷ്യന്മാരെ ആ ഒരുക്കം നടത്തേണ്ടത് വിടുന്നാട്ടോ, നാളെ അതിന് സമയം ഉണ്ടാവില്ല. നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ സഹോദരങ്ങളെ അങ്ങനത്തെ ഒരു ജീവിതത്തിന്? നമ്മുടെ ഒരുക്കം പൂർണ്ണമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ നമുക്കറിയാം, SIR ഒക്കെ ആയി ബന്ധപ്പെട്ട് അതിൻ്റെ ഫോം ആദ്യത്തെ ഒരു ഡേറ്റ് നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളൊക്കെ അൽഹംദുലില്ലാഹ് പൂരിപ്പിച്ച് കൊടുത്തിട്ടുണ്ടാവും. അത് നമ്മൾ ആരെങ്കിലും ഒരു അലസമായി നിർവഹിച്ചിട്ടുണ്ടാവുമോ? അത് അറിയണവരോടൊക്കെ ചോദിച്ച് അതിൻ്റെ പിന്നാലെ നടന്ന് അത് BLO അങ്ങോട്ട് പോയി കണ്ട് ഇതിൻ്റെ എഴുതേണ്ട ആൾക്കാരോട്, ചിലപ്പോൾ ഈ മുതിർന്ന ആൾക്കാർ പലപ്പോഴും കുട്ടികളോട് നോക്കാം അത് എല്ലാ കാര്യവും വെച്ച് താമസിപ്പിക്കണമായിരുന്നു, ഇതങ്ങനെ വെച്ചിരിക്കാൻ കേട്ടോ എന്ന് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ലേ. പക്ഷെ സഹോദരങ്ങളെ, മരണത്തിനപ്പുറമുള്ള ജീവിതത്തേക്ക് ഇങ്ങനത്തെ ഒരു ഒരുക്കവും ഇത് കൃത്യമാണ് എന്നുള്ളൊരു ഉറപ്പ് വരുത്തലും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു പൂർണ്ണതയിലേക്ക് എത്താനുള്ള ഒരു പരിശ്രമമൊക്കെ നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ പറയുന്നത്, തീരെ ദീനിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത, ഒരു പരലോകമുണ്ട് എന്നൊരു വിശ്വാസമൊന്നുമില്ലാതെ, മരണത്തിനപ്പുറം ഖബറുണ്ട്, പരലോകമുണ്ട്, ഹിസാബുണ്ട്, മീസാനുണ്ട്, സിറാത്തുണ്ട്, അവിടെ ജന്നത്തും നാറും ഒക്കെ ഉണ്ട് എന്ന് അതൊന്നും അറിയാതെ ജീവിക്കണ ആരും നമ്മളെ കൂട്ടത്തിലുണ്ടാവില്ല. അങ്ങനെ മരിക്കുന്നതോടുകൂടിയാണ് ജീവിതം അവസാനിക്കും, അങ്ങനെ ഒരു പരലോകം, നാളെ പുതിയൊരു ജീവിതമൊന്നും വരാനില്ല എന്ന് ചിന്തിക്കണവരൊരിക്കലും ഈ ഒരു സദസ്സിൽ വന്നിരിക്കില്ല. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖിനാൽ ആ യാഥാർത്ഥ്യം വിശ്വസിച്ച് ജീവിക്കണവരാണ് നമ്മൾ ഓരോരുത്തരും. അള്ളാഹു ആ ഈമാനിൽ നമ്മളെ നിലനിർത്തുമാറാകട്ടെ. പക്ഷെ നമ്മളിൽ സംഭവിക്കുന്നത് അറിയോ, ഒരു പൂർണ്ണത ഉണ്ടാവില്ല. ചില കാര്യത്തിൽ ഭയങ്കര ഉഷാറാക്കാരം, ചില കാര്യത്തിൽ തീരെ ശ്രദ്ധ ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മളോട് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ദഖുലൂ ഫിസ്സിൽമി കാഫ, വിശ്വാസികളെ നിങ്ങൾ പൂർണ്ണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം. കപട വിശ്വാസികളെ കുറിച്ച് പറഞ്ഞത് എന്താ? ലാ ഇലാഹ ഉലാ വലാ ഇലാഹ ഉലാ മുദബ്ദബീന ബൈന ദാലിക്, ലാ ഇലാഹ ഉലായി വലാ ഇലാഹ ഉലാ മുദബ്ദബീന ബൈന ദാലിക്, മുദബ്ദബീന ബൈന ദാലിക് ലാ ഇലാഹ ഉലാ വലാ ഇലാഹ ഉലാ. രണ്ടിൻ്റെ അടി കടന്നിങ്ങനെ കഴിച്ചു, അങ്ങോട്ടും ഉണ്ടാവില്ല, ഒരു പൂർണ്ണതയ്ക്ക് എത്തി ഉണ്ടാവില്ല. ചിലതിലുണ്ട്, ചിലതിലില്ല. അങ്ങനെയല്ല. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുഖുലൂ ഫിസ്സിൽമി കാഫ, പൂർണ്ണമായ ഇസ്ലാമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് എല്ലാ തലത്തിലുമുള്ളൊരു ശ്രദ്ധ നമുക്കുണ്ടാകണം.
നമ്മളിവിടെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, നമ്മളിവിടെ വിശ്വസിച്ചു പോകേണ്ട കാര്യങ്ങൾ, പ്രവർത്തിക്കേണ്ടത്, നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാകേണ്ടത്, പെരുമാറ്റ കാര്യങ്ങളിൽ ഉണ്ടാകേണ്ടത്, നമ്മുടെ ബാധ്യതയായി വരുന്ന കാര്യങ്ങൾ, എല്ലായിടത്തുമുള്ള ഒരു ഒരുക്കവും ശ്രദ്ധയും നമ്മൾ നടത്തിയിട്ടുണ്ടോ എന്ന് സഹോദരങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ എല്ലാ മേഖലയിലും ഇപ്പൊ ചില ആൾക്കാരുണ്ടല്ലോ, നിസ്കാരത്തിന് പള്ളിയുടെ ഒന്നാമത്തെ സൊഫക്ക് എങ്ങനെയായാലും എത്തും, പക്ഷെ സക്കാത്ത് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാവില്ല. അതല്ലെങ്കിൽ ചിലപ്പോൾ നിസ്കാരവും സക്കാത്തും നോമ്പും കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധ ഉണ്ടാവും. ചിലപ്പോൾ ആൾക്കാർ നമ്മളെ കുറിച്ച് പറയും, സംഗതിയൊക്കെ ശരിയാണ് കേട്ടോ, മൂപ്പര് ദീനീ കാര്യങ്ങളൊക്കെ നല്ല ഉഷാറാണ്, എത്ര വേണമെങ്കിലും പിരിവരും, പക്ഷേ ആ പൈസ കിട്ടുമ്പോഴേക്ക് എന്തൊക്കെ മൂപ്പര് പറയാന്ന് നമുക്കറിയില്ല. അത് ഒരു സ്വഭാവം എങ്ങനെ നമുക്ക് പറയാൻ കഴിയാത്തൊരവസ്ഥ. ചില ആളുകൾ എല്ലാ കാര്യത്തിലും ഉഷാറാക്കാരം. നമ്മളെ ഭാര്യനോടെങ്ങാനും നിങ്ങളെ കെട്ടിയുണ്ടല്ലോ മാഷാ അല്ലാ അയാൾ ഭയങ്കര സംഭവമാട്ടോ എന്ന് പറഞ്ഞാൽ മൂപ്പത്തിയേര് ഇങ്ങനെ മൂക്കത്ത് വരലക്കും, നിന്റെ കെട്ടിയവനെ കുറിച്ച് തന്നെയാണ് ഇപ്പം നിങ്ങളിത് പറയണേ എന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകും. അപ്പോൾ ദീനീ കാര്യം, നിസ്കാരത്തിന്റെ കാര്യത്തിൽ, പള്ളിയായി ബന്ധപ്പെട്ട കാര്യത്തിൽ, നാട്ടുകാരോട് സംസാരിക്കുന്ന കാര്യത്തിലൊക്കെ ഉഷാറാക്കാരം. പക്ഷെ വീട്ടിലെത്തിയ സ്വന്തം കുട്ടികളെയും കുടുംബത്തിന്റെയും കാര്യത്തിൽ അയാള് ഭയങ്കരമായി പരാജയപ്പെട്ടു പോയിട്ടുണ്ടാകും. സഹോദരങ്ങളെ, എല്ലാ കാര്യങ്ങളും വിചാരണക്ക് വരൂലേ? നമ്മുടെ വിശ്വാസം, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റ രീതികൾ, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളോടുള്ള നമ്മുടെ സമീപനം ഒക്കെ പരലോകത്ത് വിചാരണ ഉണ്ട്. ഏത് കാര്യത്തിൽ പരാജയപ്പെട്ടാലും അനുഭവിക്കേണ്ടി വരുന്ന കുറെ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാ തലങ്ങളിലും ഒരുങ്ങിയിട്ടുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികള് പിന്നെ 1-2 മാസം കൂടി കഴിഞ്ഞ SSLC പരീക്ഷ വരികയാണ്. അപ്പോൾ ടീച്ചേഴ്സൊക്കെ ചിലപ്പോൾ കുട്ടികളോട് പറയും, ഇന്ന കാര്യങ്ങളിലൊക്കെ ജോക്കാണ്, പക്ഷെ ഇതും കൂടി ശ്രദ്ധിക്കണം കേട്ടോ പറയും. എല്ലാ തലവും ശ്രദ്ധിക്കണം. 5 മാർക്കിന് എഴുതാനുള്ളൊരു ഉത്തരം ഇരുന്നാണ് എഴുതി, അപ്പുറത്തുള്ള 2 മാർക്കിന്റെ ഇപ്പുറത്തുള്ള 10 മാർക്കിന്റെ ഒന്നും പരിഗണിച്ചിട്ടില്ലെങ്കിലോ അവൻ നന്നായി പരീക്ഷ എഴുതി നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അങ്ങോട്ടും അങ്ങനെ എടുത്ത് കാണിച്ചു തരാണ്, അതാ നോക്കി ഈ 5 മാർക്കിന്റെ ഞാൻ എത്ര എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് കാര്യമല്ല, അപ്പുറത്തിപ്പുറത്ത് എഴുതണ്ടും കൂടി എഴുതണ്ടേ. അങ്ങനെയാകുമ്പോൾ സഹോദരങ്ങളെ, എല്ലാ രംഗത്തുമുള്ള ഒരു ശ്രദ്ധ നമുക്കുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ നിസ്കാരം, നമ്മുടെ ആരാധനാ കാര്യങ്ങൾ നമ്മൾ എടുത്താൽ, നമ്മുടെ നിസ്കാരത്തിൽ നമുക്കൊരു കണിശത, അത് ബാങ്ക് കൊടുത്താല് അത് കച്ചവടത്തിന്റെ എവിടെയാണെങ്കിലും അതൊന്ന് തൽക്കാലം ഒന്ന് ആ കട അടച്ച് കണ്ട് ഒന്ന് പള്ളിയിൽ പോകാൻ, ചിലപ്പോൾ ആ കടയടച്ച് പള്ളിയിൽ പോകുന്ന ആ ഒരു 5 മിനിറ്റിൽ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും വെച്ചാൽ ഒരു 2 ആളൊക്കെ കടയിൽ വന്ന് പോയിട്ടുണ്ടാവും. പഠിച്ചോനെ, ആ 2 ആളെ കച്ചവടത്തെക്കാളും വലുതാണ് എനിക്ക് ആ പള്ളിയിൽ പോയിട്ടുള്ള ആ 4 റക്അത്ത് നിസ്കാരം എന്ന് ചിന്തിച്ച് ഒന്ന് പള്ളിക്കെത്താൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ. അല്ലാഹനെ ഓർക്കുന്നതിനെ കുറിച്ച്, നിസ്കാരം നിലനിർത്തുന്നതിനെ കുറിച്ച്, അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കുന്നതിന്റെ കാര്യത്തിൽ അവരുടെ കച്ചവടവും വ്യാപാരവും വ്യവസായവും ഒന്നും അവർക്കൊരിക്കലും തടസ്സം നിൽക്കൂല. എന്താ അവരുടെ പ്രത്യേകത? യഖാഫൂന യൗമ, അവർക്കൊരു ദിവസത്തെക്കുറിച്ച് പേടിയുണ്ട് എന്ന് പറഞ്ഞ, കണ്ണും ഹൃദയവുമൊക്കെ നടുങ്ങിപ്പോകുന്ന ഒരു ദിവസത്തെക്കുറിച്ച് പേടിയുള്ളത് കൊണ്ടാണത്. അതാണ് നമുക്ക് നാളെ വരാനുള്ള ലോകം. അപ്പൊ നാളെ വരാനുള്ള ജീവിതത്തെക്കുറിച്ച് ഓർമ്മയുള്ളത് കൊണ്ട് തന്നെ എന്ത് കച്ചവടത്തിന്റെ തിരക്കിലാണെങ്കിലും നിസ്കാരത്തിന്റെ കാര്യം പോലും മറക്കൂല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിൽ ഒരു വിഭാഗം ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാണ്. അങ്ങനത്തെ വിഭാഗത്തിലാണോ ഞാനും നിങ്ങളും ഉള്ളത്? സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കേണ്ട നിസ്കാരം അത് ജമാഅത്തായി പരമാവധി നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ? ഇനി ഒരു ജമാഅത്ത് നമുക്ക് കിട്ടാതെ പോയാൽ, ആ കിട്ടാതെ പോയ ജമാഅത്തിന്റെ കാര്യത്തിൽ പടച്ചോനോട് പറയാവുന്ന ഒരു ഉദ്ർ നമുക്ക് ഉണ്ടാവുമോ? എന്നെ കാരണം കൊണ്ടാണ് എനിക്കത് കിട്ടാതെ പോയത് എന്ന് എനിക്ക് എൻ്റെ റബ്ബിനോട് കൃത്യമായിട്ട് കണക്ക് പറയാൻ പറ്റും. ഞാൻ ആ സമയത്ത് യാത്രക്കാരനായിരുന്നു. ഒരിക്കലും എനിക്ക് ആ യാത്രക്കിടയിൽ ഇറങ്ങി നിസ്കരിക്കാൻ പറ്റുന്ന അവസ്ഥയിലുള്ളൊരു യാത്രയായിരുന്നില്ല.
അതുകൊണ്ട് പടച്ചോനെ ആ ജമാഅത്തിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം രോഗാവസ്ഥയിലായിരുന്നു റബ്ബെ, അതുകൊണ്ടാണ് ഞാൻ പോകാതിരുന്നത് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറ്റുന്നൊരവസ്ഥയിലാണ് നമ്മളെങ്കിൽ അള്ളാഹു തന്നെ നമുക്ക് നൽകിയ ഓഫർ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് എന്താ? ഒരാൾ ആരോഗ്യമുള്ള സമയത്ത്, നാട്ടിലുള്ള സമയത്ത് ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ രോഗമോ യാത്രയോ അയാൾക്ക് ഇതിന് തടസ്സമായാലും ആ പള്ളി പോയതുപോലത്തെ കൂലി നമുക്ക് പടച്ചോൻ തരുന്നൻ. അങ്ങനത്തെ ഒരു ശ്രദ്ധ ഇന്നത്തെ സുബഹ് നമുക്ക് ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റിയോ? ഇപ്പൊ കഴിഞ്ഞൊരാഴ്ച എടുത്താൽ എത്ര നിസ്കാരം നമുക്ക് ജമാഅത്ത് കിട്ടിയിട്ടുണ്ടാവും? എത്ര നിസ്കാരം ജമാഅത്ത് കിട്ടിയില്ല, പക്ഷെ എങ്ങനെ ഉദുർ പറയാൻ പറ്റിയതുണ്ടാകും? സഹോദരിമാരൊന്ന് ചിന്തിച്ചു നോക്കി. ജമാഅത്തിന് പള്ളിയിൽ പോകാൻ പറ്റുമെങ്കിൽ അതിന് നിങ്ങൾക്കും കൂലിട്ടും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കാര്യത്തിൽ അത് നിർബന്ധാക്കിയില്ല. എന്നാലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണേ, ഒന്ന് കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് ആ നിസ്കാരത്തിന്റെ കാര്യം നിർവഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ റബ്ബെ? കഴിഞ്ഞൊരാഴ്ചയിലെ കാര്യം മാത്രം എടുത്ത് നോക്കി. സഹോദരങ്ങളെ, നമ്മൾ ആ പരലോകത്തേക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഒന്നാമതായി നമ്മുടെ ഈ ആരാധനയുടെ കാര്യത്തിൽ, ഇബാദത്തിന്റെ കാര്യത്തിൽ ഏറ്റവും സജീവമായ ശ്രദ്ധ നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു വിഷയമാണല്ലോ നിസ്കാരം. ഒരിക്കലും പടച്ച റബ്ബ് ഒഴിവാക്കുക എന്നുള്ള, സ്ത്രീകൾക്ക് അവരുടെ പ്രത്യേകമായ ചില സന്ദർഭങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പ്രായപൂർത്തിയും പക്വതയെത്തിയ ഒരു മനുഷ്യന് ഒഴിവാക്കുക എന്നുള്ള സംഭവം ജീവിതത്തിൽ ഇല്ലാതെ നിർവഹിക്കേണ്ട ഒരു കാര്യമാണല്ലോ നിസ്കാരം. അതിലെത്ര കണ്ട് സജീവത നമുക്കുണ്ട്. ഇനി സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു പേജെങ്കിലും എനിക്ക് പരലോകത്ത് കൂലി കിട്ടാൻ, എത്രയാണോ നീ ഓതിയത് അതിനനുസരിച്ച് നീ സ്വർഗത്തിന്റെ ഉന്നതികളിലേക്ക് കയറിപ്പോവുക എന്ന ആഹ്വാനം ഉണ്ടാകുമ്പോൾ, പടച്ചോനെ എനിക്ക് ആ സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതങ്ങളിലെത്താൻ ഈ വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്ര ശ്രദ്ധിച്ച്, എത്ര പേജ് ഞാൻ ഓതിയിട്ടുണ്ടാകും? ഏറ്റവും അവസാനമായി ഞാൻ ഖുർആൻ പാരായണം നിർവഹിച്ചത് എന്നായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് ഈ സഹോദരങ്ങളെ. നമ്മൾ പരലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെങ്കിൽ നമ്മൾ ശരിക്ക് എന്തെല്ലാം പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നമ്മളെ താടി കാണുമ്പോഴേക്ക് പരിഹസിക്കാൻ ആളുകളുണ്ട്. നമ്മളൊന്ന് നെരിയാണിക്ക് മുകളിൽ വസ്ത്രം കയറ്റിയെടുക്കുമ്പോഴേക്ക് അത് നോക്കി ചിരിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. നിങ്ങൾ കുറച്ച് ഇങ്ങനെ എന്ത് കണ്ടാലും അത് പറ്റൂല അത് പറ്റൂല പറഞ്ഞ് ജീവിക്കണവരാണെന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കാൻ ആൾക്കാരുണ്ട്. സ്വന്തം കുടുംബത്തിൽ ഒരു കല്യാണപ്പേരി പോയാൽ പോലും സ്വന്തം ബന്ധുക്കളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് വരെ കുത്തുവാക്ക് കേൾക്കേണ്ട അവസ്ഥ നമുക്കില്ലേ? ഇതൊക്കെ തരണം ചെയ്ത് ജീവിക്കണത് ഒരു പരലോകം വരാണ്ടെന്നും അവിടെ എനിക്ക് സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടാണല്ലോ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ സഹോദരങ്ങളെ, അങ്ങനെ ആഗ്രഹിക്കണ നമുക്ക് ഖുർആനൊന്ന്, ആ പരലോകത്തേക്ക് വേണ്ടി ആ ഖുർആനൊന്ന് എടുത്ത് ഓതാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ട് ഒന്ന് കൃത്യമായി ഒന്ന് അദ്കാറുകൾ ചൊല്ലാൻ നമ്മളൊക്കെ എത്ര ദിവസമായിട്ടുണ്ടാകും ഒന്ന് അള്ളാഹ്ക്ക് വേണ്ടി ഒന്ന് ദിക്ർ ചൊല്ലിയിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പൊ നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വളരെ എളുപ്പം, ഇപ്പൊ നമുക്കറിയാം സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. ആ ഒരൊറ്റ ദിക്റിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്താ? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, മീസാനിൽ ഏറ്റവും കനം കൂടുന്നത്. പറഞ്ഞു വന്നത്, നമ്മൾ ചൊല്ലുന്ന ദിക്ർ ഇപ്പോൾ സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം പറയാൻ എളുപ്പമാണ്, മീസാനിൽ ഏറ്റവും കനം കൂടുന്നതാണ്, പടച്ചോന് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. അപ്പം അതിൻ്റെ കൂലി എത്രയാ? നമ്മൾ പറയുന്ന അസ്തഗ്ഫിറുല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തൂബാ ലിമൻ വജദ ഫീ സ്വഹീഫത്തിഹി ഇസ്തിഗ്ഫാറൻ കസീറ. തൻ്റെ കർമ്മരേഖയിൽ ധാരാളം അസ്തഗ്ഫിറുള്ള കാണാൻ പറ്റുന്നത് ആർക്കാണോ അവന് എൻ്റെ മംഗളാശംസകൾ. നാളെ പരലോകത്തെ നമ്മുടെ കർമ്മരേഖയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണേണ്ട ഒരു ദിക്റാണ് അസ്തഗ്ഫിറുള്ള. ശരിക്കും നിസ്കാരം കഴിഞ്ഞിട്ടൊരു 3 അസ്തഗ്ഫിറുള്ള എങ്കിലും പറയാൻ സഹോദരങ്ങളെ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടോ? അതുപോലെ ഇപ്പോൾ നമ്മൾ ചൊല്ലുന്ന മിക്കവാറും ആളുകളൊക്കെ ചൊല്ലുന്ന ദിക്റായിരിക്കും.
ഈ ഒരു ദിക്ർ ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത്, ചൊല്ലുന്ന ആളുകൾ ചിലപ്പോൾ അതിൻ്റെ ഒരു പുണ്യം അത്ര അറിഞ്ഞ് ചൊല്ലണതാവൂല. വേറെ ചില ആളുകൾ ഇതുവരെ ചൊല്ലാത്തവരുണ്ടാവും, അവരത് തുടങ്ങാനും കൂടി വേണ്ടിയാണ്. ഒരിക്കൽ സുബ്ഹ് നമസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തുപോയി. അപ്പോൾ ജുവൈരിയ റളിയല്ലാഹു അൻഹ ദിക്ർ ചൊല്ലി അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം ഒരു ളുഹാ സമയമൊക്കെ ആയപ്പോൾ ആ ഒരു ടൈമിൽ കയറി വരണേ. അപ്പോഴും അവർ ഈ ദിക്ർ ചൊല്ലി തന്നെയാണ് ഉള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുകയാണ്, ജുവൈരിയ, ഞാൻ നിങ്ങളെ വിട്ടുപോയതിന് ശേഷം നിങ്ങൾ ഇവിടുന്ന് എഴുന്നേറ്റിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല നബിയെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, നിങ്ങൾ ഇത്രയും നേരം ചൊല്ലി, എത്ര നേരം? സുബഹി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ളുഹാ സമയത്തിൻ്റെ അത്രയും സമയം നിങ്ങൾ ഇരുന്ന് ചൊല്ലിയ ദിക്റുണ്ടല്ലോ, ആ ദിക്റും നിങ്ങളുടെ അടുത്തുനിന്ന് ഞാൻ പോയിട്ട് ഒരു 4 വാക്ക് 3 തവണ ഞാൻ ചൊല്ലി, അതും പരലോകത്ത് അതിൻ്റെ തൂക്കം നോക്കുമ്പോൾ ഞാൻ ചൊല്ലീനാ കേട്ടോ കനം കൂടുക എന്ന് പറഞ്ഞു. ഏതാ ദിക്ർ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖി വരിളാ നഫ്സി വസിനത അർശി വമിദാദ കലിമാതി. അത് നമ്മൾ പ്രഭാതത്തിൽ നമ്മളെ അദ്കാർ സുബാഹിൽ 3 തവണ നമ്മൾ ചൊല്ലുന്ന ദിക്ർ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി. ഇന്നത്തെ വിജ്ഞാനവേദിക്ക് വന്നിട്ട് ഈ ദിക്ർ അറിയാതെ ഇങ്ങോട്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വിജ്ഞാനവേദി നമുക്ക് തരുന്ന ഒരു സമ്മാനം ഈ ദിക്റാണ്. നിങ്ങൾ അതിൻ്റെ അർത്ഥം ആലോചിച്ച് നോക്കുകയാണെ, ആ ദിക്റിന് എങ്ങനെ ഈ മഹത്വം അല്ലാതിരിക്കുക? എന്താ നമ്മൾ പറഞ്ഞത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അല്ലാഹുവേ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ മഹത്വത്തെ ഞാൻ വാഴ്ത്തുന്നു. അദദ ഖൽഖിഹി, നിന്റെ സൃഷ്ടികളുടെ എണ്ണത്തോളം. സഹോദരങ്ങളെ, അള്ളാഹ്ക്ക് എത്ര സൃഷ്ടിയുണ്ട്! അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ച പടപ്പല്ലേ ബാക്കിയൊക്കെ. അള്ളാഹ്ക്ക് എത്ര സൃഷ്ടികളുണ്ട്! ഞാൻ ഒന്ന് നമുക്ക് ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റിയ സാധനമല്ലല്ലോ. നിങ്ങൾ ശരിക്ക് നമ്മളെ വീട്ടിൻ്റെ ചുമരുമ്പൊക്കെ ഇങ്ങനെ നോക്കണേ, ഒരു ഉറുമ്പ് ഇങ്ങനെ വരിയിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൽ എത്ര എണ്ണം ഉണ്ടാവും? ആ ഉറുമ്പാണോ ചിലപ്പോൾ മുറ്റത്തിറങ്ങിയാൽ നമ്മൾ കാണുന്ന ഉറുമ്പ്? എന്തൊക്കെ തരം ഉറുമ്പുകളുണ്ട്, എത്ര എണ്ണുണ്ട്! ജീവിതത്തിൽ നമ്മൾ കഴിച്ച മത്സ്യങ്ങളുടെ ഇനങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. നമ്മൾ കഴിച്ചത് എത്ര ടൈപ്പ് മത്സ്യങ്ങൾ മാത്രം കടലിലുണ്ട്. കടലിനകത്ത് എന്തെല്ലാം തരം ജീവജാലങ്ങളുണ്ട്. ഈ ദുനിയാവിൽ ഈ ഭൂമിക്ക് പുറത്ത് എന്തൊക്കെ ജീവികളുണ്ട്. മലക്കുകളൊക്കെയും അള്ളാഹിൻ്റെ സൃഷ്ടികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വാനലോകത്ത് ഒരു ശ്രേഷ്ഠമായൊരു ഭവനമുണ്ട് മലക്കുകൾക്ക് വേണ്ടി. അതിൻ്റെ പേര് ബൈത്തുൽ മഅ്മൂർ എന്ന്. ബൈത്തുൽ മഅ്മൂർ. ആ ബൈത്തുൽ മഅ്മൂറിൻ്റെ പ്രത്യേകത, എല്ലാ ദിവസവും 70,000 മലക്കുകൾ അതിൽ പ്രവേശിക്കും. ഇന്ന് പ്രവേശിച്ച മലക്ക് ഇനി ഇലാ യൗമിൽ ഖിയാമ അതിൽ പ്രവേശിക്കൂല. ഓരോ ദിവസവും പുതിയ 70,000 പ്രവേശിക്കുക. മലക്കുകളുടെ എണ്ണം എത്രയാ? നമ്മൾ ശരിക്കും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ എണ്ണം നമുക്കറിയോ? എന്താ നമ്മൾ അള്ളാഹിനോട് പറഞ്ഞത് പ്രഭാതത്തിൽ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖി, പടച്ചോനെ നിന്റെ സൃഷ്ടികളുടെ അത്രയും എണ്ണം അത്ര തവണ റബ്ബേ ഞാനിതാ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ എന്ന് പറയുന്നു. വരിളാ നഫ്സി, പടച്ചവനെ നിനക്ക് തൃപ്തിയാകുന്ന അത്ര, നിനക്കിഷ്ടമാകുന്ന അത്ര അളവിൽ ഞാൻ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ എന്ന് പറയുന്നു. വസിനത അർശി, അല്ലാഹുവേ നിന്റെ അർശിന്റെ തൂക്കത്തോളം. എത്ര അള്ളാന്റെ അർശ്! അപ്പൊ നമുക്കൊക്കെ ആയത്തുൽ കുർസി അറിയും അല്ലേ? ആയത്തുൽ കുർസിയിൽ നമ്മൾ പറയണത് എന്താ? വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്, അള്ളാഹുവിൻ്റെ കുർസിയെ ആകാശഭൂമികളോളം വിശാലമാണ്. ആ കുർസിയെ കുറിച്ചും അർശിനെ കുറിച്ചൊക്കെയുള്ള വിശദീകരണങ്ങളിൽ നമുക്ക് കാണാം. കുർസി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ?
അള്ളാഹുവിൻ്റെ സിംഹാസനമല്ല. അർശാണ് അള്ളാഹിൻ്റെ സിംഹാസനം നമ്മൾ പറയണേ. ആ അർഷിലിരിക്കുന്ന റബ്ബ് പാദം വെക്കുന്ന സ്ഥാനമാണ് കുർസി എന്നാണ്. എന്നിട്ട് അത് മനസ്സിലാകാനുള്ളൊരു ഉപമ നമുക്കതിൻ്റെ വിശദീകരണങ്ങളിൽ കാണാം. ഒരു വലിയ മരുഭൂമി, ആ വലിയ മരുഭൂമിയിൽ ഒരു മോതിരം എന്തെങ്കിലും കൊണ്ടുപോയി വെച്ചാൽ ആ മരുഭൂമിയുടെ വലുപ്പവും ഈ മോതിരത്തിൻ്റെ വലുപ്പവും താരതമ്യം ചെയ്താൽ ആ മരുഭൂമി എത്ര വലുതായിരിക്കും? അതുപോലെയാണ് കുർസീൻ്റെ അടുത്ത് ആകാശവും ഭൂമിയും കൊണ്ടുപോയി വെച്ചാൽ അത്ര ചെറുതായിരിക്കും ആകാശവും ഭൂമിയും എന്നാണ്. കാരണം അത്ര വലുതാണ് കുർസി. ആ കുർസീനെ അർഷിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചാലും ഇതേ വ്യത്യാസം ഉണ്ടാവുന്നതാണ്. കുർസിയും അർഷും താരതമ്യം ചെയ്യുമ്പോൾ അർഷ് ഒരു മരുഭൂമിയോളം വിശാലാണെങ്കിൽ കുർസിയെ ഒരു ചെറിയൊരു മോതിരത്തിൻ്റെ വലുപ്പത്തിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അർഷ് എത്ര വലുതാ? നമ്മൾ എന്താ പ്രാർത്ഥിക്കണത്? വസിനത അർഷി, ആ അർഷിൻ്റെ ഭാരത്തോളം പടച്ചോനെ ഞാനിതാ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നു. വമിദാദ കലിമാത്തി, അല്ലാഹുവേ നിന്റെ കെലിമത്തുകൾ എഴുതി തീർക്കാൻ എത്ര അളവിൽ മഷി വേണം? വിശുദ്ധ ഖുർആൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചത് എന്താ? മുഴുവൻ സമുദ്രങ്ങളും മഷിയായി, ലോകത്തുള്ള മുഴുവൻ മരങ്ങളും പേനയായാലും പടച്ചോന്റെ കെലിമത്തുകൾ എഴുതി തീർക്കാൻ കഴിയൂല. അത് എഴുതി തീർക്കാൻ എത്ര മഷി വേണ്ടി വരും? ഉണ്ടാവില്ലല്ലോ. അത്രയും അളവിൽ പടച്ചോനെ ഞാൻ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നു. അതാണ് ആ ദിക്ർ. സഹോദരങ്ങളെ, ആ ദിക്ർ ചൊല്ലാൻ നമുക്ക് എത്ര സമയം മതി? സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി എന്ന ദിക്ർ ചൊല്ലാൻ എത്ര സമയം വേണം? പക്ഷെ അതിന് കിട്ടണ ആ ദിക്റിന്റെ ഒരു വ്യാപ്തി നോക്കൂ നിങ്ങൾ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ജുവൈരിയ നീ ഇത്ര സമയം ചൊല്ലിയതിനേക്കാളും ഞാനാ ചൊല്ലിയതിനാണ് കേട്ടോ കൂലി കിട്ടുക. അത്രയും മഹത്വമുണ്ട് അതിന്. സഹോദരങ്ങളെ, ഇങ്ങനെ ചൊല്ലാനും പറയാനും ചെയ്യാനും ഒക്കെ പഠിപ്പിച്ച കാര്യങ്ങളിലുള്ള ഒരു ശ്രദ്ധ, നാളേക്ക് വേണ്ടി ഒരുങ്ങുന്നവരാണ് നമ്മളെങ്കിൽ നമ്മളിലുണ്ടോ? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ പറയാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഇങ്ങനെ ഒരു യാത്ര പോകുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണങ്ങി നിൽക്കുന്ന ഒരു മരത്തിൽ, ഒരു ചെറിയൊരു മരത്തടി, അതിൽ തൻ്റെ കയ്യിലുള്ള വടി കൊണ്ടൊന്ന് ശക്തമായിട്ട് അടിച്ചു. അതിൽ ഉണങ്ങിയ ഇലകളൊക്കെ ഇങ്ങനെ താഴെ വീണ്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ, ഈ 4 ദിക്ർ ചൊല്ലുന്ന ആളുകളിൽ നിന്ന് ഈ മരത്തിൻ്റെ ഉണങ്ങിയ ഇല താഴെ വീണ പോലെ അവരുടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകും. നാളേക്ക് വേണ്ടി ഒരുങ്ങുന്ന ആൾക്കാരാണ് നമ്മളെങ്കിൽ സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒന്ന് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹ് ഒക്കെ പറയാൻ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടോ എന്നാലോചിക്കണം.